നമസ്തേ, പ്രീതാസ് കിലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് കേടാകാത്ത, രാവിലെ അരച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കേടാകാതിരിക്കുന്ന ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാ ചട്നിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ തേങ്ങാ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ 2 സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ മീഡിയം സൈസുള്ള സവാളയൊക്കെ ആണെങ്കിൽ ഒരു 1.5 സവാള മതി. ഇനി നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിൽ എടുക്കാം. ചെറിയുള്ളി ആകുമ്പോൾ നമ്മുടെ ചട്നിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടുകയുള്ളൂ. 6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നല്ല എരിവുള്ള മുളകാണ്. പിന്നെ എരിവ് നിങ്ങൾക്ക് എത്രമാത്രം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പച്ചമുളക് എടുത്തോളൂ. 2 ചെറിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. വലിയൊരു കഷ്ണം ഇഞ്ചി. ഇത് നാടൻ ഇഞ്ചിയല്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മണം കുറവാണ്. അതുകൊണ്ട് വലിയ കഷ്ണമാണ്. നാടനാണെങ്കിൽ ഇത്രയ്ക്ക് ആവശ്യമില്ല. കഷ്ടിയൊരു അരമുറിയോളം തേങ്ങ, അധികം വേണ്ട, ഒരു 1/2 കപ്പ് തേങ്ങയൊക്കെ എടുത്താൽ മതി. ഒരു കുരു പുളി എടുത്താൽ മതി. ഒരുപാട് വേണ്ട, അതുപോലെ കുറച്ച് പുളിയും എടുത്താൽ മതി. ഇനി ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പാൻ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ച സവാളി, പച്ചമുളകും ആ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലെടുത്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചി ഉണ്ടല്ലോ, ആ വെളുത്തുള്ളി ഇതുപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കാരണം നൈസായിട്ട് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒരുപാട് വഴറ്റുന്നില്ല, അപ്പോൾ ആ വെളുത്തുള്ളിയുടെ നേരെ വഴന്ന് കിട്ടില്ല. അതുകൊണ്ട് ഇതേപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇഞ്ചി ഒന്ന് കട്ട് ചെയ്യുക. ഇഞ്ചി ഒരുപാട് നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ വലുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പ്ലേറ്റിൽ വെക്കാത്തൊരു സാധനമാണത്. ഒരു തണ്ട് കറിവേപ്പില ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പിലയും കൂടി ഊരിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ആ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആവുക. ആ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ വഴറ്റുക. ഒരുപാട് വഴറ്റിയിട്ട് തേങ്ങയ്ക്ക് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്നിയുടെ ടേസ്റ്റ് മാറിപ്പോവുള്ളൂ. അപ്പോൾ ഒരുപാട് വഴറ്റരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി വഴന്നില്ല എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ആദ്യം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം തേങ്ങ ഇട്ടിട്ട് ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കുക. പൊട്ടുകടല ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴറ്റിയിട്ട് തേങ്ങ മൂത്ത് ഇതാക്കരുത്. തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആവുന്നത് വരെ വഴറ്റാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഈ ചട്നിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്കൊരു 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇപ്പോൾ ഉപ്പൊക്കെ നേരെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. ഈ പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ തേങ്ങയൊക്കെ കൂടുതലും മൂത്ത് പോവുകയുള്ളൂ. ഇനി നമുക്ക് ചട്നി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ വലിയൊരു ജാർ എടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ ഈ വഴറ്റി വെച്ച തേങ്ങയും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. അതായത് ഞാനൊരു തിളപ്പിച്ച് ആറിയ വെള്ളമാണ്. ഇതുപോലെ തിളപ്പിച്ച് ആറിയ വെള്ളമായിരിക്കണം. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. തിളപ്പിച്ച് ആറിയ വെള്ളമാകുമ്പോഴാണ് നമ്മുടെ ചട്നിയൊക്കെ കേട് കൂടാതെ ഇരിക്കുള്ളൂ. അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പൊട്ടുകടലയൊക്കെ ഉണ്ടാവുകൊണ്ട് നല്ല തിക്കാകും. തേങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല തിക്കാവും. അപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഞാനിവിടെ നേരത്തെ ആ സവാളയൊക്കെ വഴറ്റിയ ആ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളിപ്പോൾ ഈ അരച്ച് വെച്ച ചട്നി ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ചട്നി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കണം. സ്റ്റൗവൊക്കെ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റണ്ട. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ചെറുതായിട്ട് തിളയൊക്കെ വന്ന് ഒന്ന് പൊള്ളൊക്കെ പൊട്ടിയല്ല, തിള വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച് ആറിയ വെള്ളേനെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം വെള്ളം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. നമ്മൾ ഈ പൊട്ടുകടലയൊക്കെ ചേർത്തുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും. കാരണം നല്ല തിക്കാവും. ഞാൻ ഒരുപാട് ലൂസായിട്ട് ഇവിടെ ഇഷ്ടമല്ല. അത്യാവശ്യം കൊഴുപ്പിലുള്ള ചട്നിയാണ് ഇഷ്ടം. അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. കണ്ടില്ലേ, ആവശ്യത്തിനുള്ള കൊഴുപ്പുണ്ട്. ഇത്രയ്ക്ക് വെള്ളമേ വേണ്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര മാത്രം വെള്ളം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം
ഇതും ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് തിളച്ച് മറയണ്ട, ഇതുപോലെ അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഈ ചട്നിയിലേക്കൊന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ഒരു 3-4 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും പൊടിയായി അരിഞ്ഞിട്ട് അതും ഇട്ട് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്നിയിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പെട്ടെന്ന് നാശാവാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ പറ്റിയ തേങ്ങാ ചട്നി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.